നമ്മളൊരു തിന്മ ചെയ്യുമ്പോ ദൈവത്തിന്റെ ആത്മാവ് കരയും. ജനമേ, നിങ്ങൾ ആവശ്യമില്ലാത്ത ഒന്നും ഭയപ്പെടണ്ട. ചിലർക്ക് പേടി കൈവശം, ചിലർക്ക് പേടി ആരെങ്കിലുമൊക്കെ മന്ത്രവാദം ചെയ്താൽ നമുക്ക് ഏൽക്കുമോ, ആരെങ്കിലും കൂടോത്രം ചെയ്താൽ നമുക്ക് ഫലിക്കുമോ? എൻ്റെ പ്രിയ ജനമേ, അപ്പനും അമ്മയും മ്ലേച്ഛത ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ മക്കള് വിശുദ്ധിയിൽ ജീവിക്കുമെങ്കിൽ ദൈവം നമ്മെ പ്രതി നമ്മളോട് കരുണ കാണിക്കും. ഒരു കൂടോത്രത്തിൽ നിങ്ങൾ പേടിക്കണ്ട. ആര് വേണമെങ്കിൽ നമുക്കെതിരെ കൂടോത്രം ചെയ്തോട്ടെ, മന്ത്രവാദം ചെയ്തോട്ടെ. ദൈവത്തിൻ്റെ തിരുവചനം സംഖ്യയുടെ പുസ്തകം 23:23 യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല. നമ്മൾ ഇസ്രായേൽ ജന, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാ. കർത്താവായ യേശുവിൽ അങ്ങോട്ട് വിശ്വസിച്ചോ. നീ ഏത് മതമോ ഏത് ജാതിയോ ഏത് സഭയോ ആയിക്കോട്ടെ, യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചെന്ന് അങ്ങോട്ട് വിശ്വസിച്ചോ. ആ കർത്താവ് നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. ആ ദൈവത്തിൽ ആശ്രയിച്ച് പാപം ചെയ്യാതിരിക്കുക, വിശുദ്ധിയിൽ ജീവിക്കുക. നീ ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ട കാര്യമില്ല. സ്വരത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ നന്ദി. നിങ്ങൾ കൂടോത്രമൊന്നും പേടിക്കണ്ട കേട്ടോ. അതുപോലെ വീട് വെച്ചത് ശരിയായിട്ടില്ല, കന്നിമൂല ശരിയായിട്ടില്ല, ഈ വീട് പണ്ട് വാങ്ങിയ സ്ഥലം, ഈ സ്ഥലം വാങ്ങിയത് പണ്ട് അന്യദൈവത്തെ ആരാധിച്ചിരുന്നോ, മ്ലേച്ഛത ചെയ്തിരുന്നോ, അവർ പിശാചിനെ ആരാധിച്ചിരുന്നോ? എൻ്റെ പ്രിയ ജനമേ, ഒരു വൈദികൻ വന്ന് നിന്റെ കുടുംബത്തിൽ വെഞ്ചരിച്ചിട്ടുണ്ടോ? നീ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? നീ ആ വീട്ടിൽ കിടന്ന് സ്തുതിക്കുന്നുണ്ടോ ദൈവത്തെ? നീ തിന്മ ചെയ്യാതെ ജീവിക്കുന്നുണ്ടോ? എങ്കിൽ ദൈവം ആ കുടുംബത്തെ, ആ സ്ഥലത്തെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞു. പ്രഭാഷകൻ 47:10 അവർ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതികളാൽ ആ സ്ഥലം വിശുദ്ധ സ്ഥലമായിട്ട് മാറി. നമ്മളൊരു സ്ഥലത്ത് നിന്ന് യേശുവിനെ സ്തുതിക്കുമ്പോൾ ആ സ്ഥലം വിശുദ്ധീകരിക്കപ്പെടും. പ്രിയപ്പെട്ടവര്, അനാവശ്യമായിട്ട് ഒന്നിനും നിൽക്കണ്ട. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ. യൂതിത്തിൻ്റെ പുസ്തകം 5:17 വചനം ഇങ്ങനെയാ പറയുന്നത്, ശ്രദ്ധിച്ചു കേട്ടോ. തങ്ങളുടെ ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. കണ്ടോ, തങ്ങളുടെ ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. കാരണം പാപത്തെ വെറുക്കുന്ന ഒരു ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. തിന്മ ചെയ്യാതിരിക്കുക, വെറുപ്പുപേക്ഷിക്കുക, മ്ലേച്ഛത മാറ്റിക്കളയുക. ഇതുള്ള തെറ്റുകൾ മുഴുവൻ നമ്മൾ ചെയ്യും.
സ്വയംഭോഗോ, വ്യഭിചാരോ, സ്വവർഗ സംഭോഗോ, ഹോമോസെക്സ്, അനാവശ്യമായിട്ടുള്ളതെല്ലാം ചെയ്യും. നമ്മൾ എന്നിട്ട് ആ കാര്യമില്ലാതെ ഇങ്ങനെ പേടിച്ച് നടക്കണ്ട, ഒരു കാര്യമില്ല. നമ്മൾ ചെയ്ത തെറ്റിനെ അനുദപിക്കുക, നമ്മൾ മാപ്പ് ചോദിക്കുക, കർത്താവ് നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കും. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യാതിരിക്കുക, പാപം ചെയ്യാതിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അനാവശ്യമായ പോൺ സൈറ്റുകൾ, ചീത്ത ബന്ധങ്ങൾ, ഇവിടെയുള്ള പെൺകുട്ടികളോട് ആൺകുട്ടികളോടും പറയാം, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ജീവിക്കണം കേട്ടോ, വളരെ ശ്രദ്ധിച്ച് ജീവിക്കണം. മക്കളെ സൂക്ഷിക്കണം കേട്ടോ. നിങ്ങളൊക്കെ വിവാഹം കഴിഞ്ഞ് പോയാലും പിന്നീട് ഫോളോ ചെയ്യും ഈ ഫോട്ടോസൊക്കെ കാണിച്ച് പലവന്മാരും. സർപ്പത്തിൻ്റെ വിവേകം വേണം. ആൺപിള്ളേരോടും പറയാ, പ്രാവിൻ്റെ നിഷ്കളങ്കത വേണം. പാപം ചെയ്യരുത്. ദൈവത്തിൻ